നമസ്കാരം. എന്നെപ്പോലെ ഈ ലോകത്തുടനീളം ഇംഗ്ലണ്ട് ഈ ടെസ്റ്റ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച എല്ലാവരെയും നല്ല മടൽ വെട്ടി അടിക്കണം. സത്യം പറയാമല്ലോ, നല്ല മടൽ വെട്ടി അടിക്കണം. ഈ ടീമിൽ ഇനിയും പ്രതീക്ഷ വെക്കുന്നില്ല. കാരണം ന്യൂസിലൻഡുമായിട്ടുള്ള ODI സീരീസ് കണ്ടപ്പോഴേ എനിക്ക് അപ്പോഴും ഇവന്മാരുടെ ഈ ബാറ്റിംഗ് കണ്ടിട്ട് നല്ല രീതിയിൽ പൊളിഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഈ ടെസ്റ്റ് ഇപ്പോൾ കളി തുടങ്ങി. രണ്ടാമത്തെ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ നല്ല രീതിയിൽ അവർ എറിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഓസ്ട്രേലിയയുമായിട്ടൊരു ആഷസ് ജയിച്ചിട്ട് ഏകദേശം 10 വർഷമായി. ഇനി ഓസ്ട്രേലിയയിൽ ഇംഗ്ലണ്ട് ഒരു ടെസ്റ്റ് ജയിച്ചിട്ട് ഏകദേശം 15 വർഷത്തിൽ കൂടുതലായി. എന്നിരുന്നിട്ട് കൂടി ഇങ്ങനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൈ കുമ്പിളിൽ കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ കുറച്ച് തല ഉപയോഗിച്ച് കുറച്ച് ക്ഷമ ഉപയോഗിക്കാൻ ഇവന്മാർക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവന്മാർ എന്തിനാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? ഈ നൂറ്റാണ്ടുകളായിട്ട് ക്രിക്കറ്റ് കളിച്ച് വന്ന എല്ലാവരും മണ്ടന്മാർ, ഇവന്മാർ മാത്രം ബാസ്ബോൾ എന്ന് പറഞ്ഞ് ഒരു തേങ്ങയായിട്ട് ഇറങ്ങിയിട്ട് അവന്മാർ ഭയങ്കര മിടുക്കന്മാരെന്ന് പറഞ്ഞൊരു ചിന്തയ്ക്ക് കിട്ടിയ കുറ്റിക്ക് കിട്ടിയ അടിയാണ് ഇന്നത്തെ തോൽവി. ഡിസേർവിംഗ് ആയിട്ടുള്ള തോൽവിയാണ്. ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ട് എനിക്ക് എന്തോരം ദേഷ്യം തോന്നിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇംഗ്ലണ്ടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഇവർക്ക് ഇത്രയും ഗോൾഡൻ ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനോ? ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് ജയിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണോ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കയ്യിൽ കിട്ടിയത്. അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം കഴിഞ്ഞ വർഷം ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൽ എന്താണ് സംഭവിച്ചതെന്ന്. തേർഡ് ഇന്നിങ്സിൽ ഇന്ത്യ എങ്ങനെ ബാറ്റ് ചെയ്തതെന്ന്, ജയ്സ്വാൾ എങ്ങനെ ബാറ്റ് ചെയ്തത്, വിരാട് കോഹ്ലി എങ്ങനെ ബാറ്റ് ചെയ്തത്, നല്ലൊരു 480 റൺസ് എന്തോ അടിച്ചിട്ട് ഇന്ത്യ വലിയൊരു സ്കോർ ഓസ്ട്രേലിയയുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ഓസ്ട്രേലിയ എറിഞ്ഞിടുക ചെയ്തത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൺമുമ്പിലുണ്ട്. ആ ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അവിടെ നിന്ന് ക്ഷമയോടെ നിന്നിരുന്നുണ്ടെങ്കിൽ പിന്നീട് ബാറ്റിംഗ് വളരെ ഈസി ആയനെ. ഇന്നും നാളെ ഒരു പകുതി വരെ അല്ലെങ്കിൽ നാളെ ഫുൾ അവർക്ക് സുഖമായിട്ട് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്ത് 400+ സ്കോർ ചെയ്യായിരുന്നു. ഇംഗ്ലണ്ടിന് അത്രയും കേപ്പബിലിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാരുണ്ട്. പക്ഷേ ഇവന്മാരെന്താ കാണിച്ചത്? അടിച്ചൗട്ടായി എന്ന് പറഞ്ഞാൽ ഈ ഏകദേശം ഈ ബോളറിൻ്റെ വിക്കറ്റ് ആദ്യം കിട്ടിയ 3 വിക്കറ്റ് കണ്ടിയാൽ കഷ്ടം തോന്നും. റൂട്ട്, ബ്രൂക്ക്, അതുപോലെ തന്നെ സാക്രോളി ഫസ്റ്റ് ബോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് ഓവറിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു അത്യുഗ്രം ക്യാച്ച് മിച്ചൽ സ്റ്റാർക്കിൻ്റെ വക. അതൊക്കെ സമ്മതിച്ചു. ഓസ്ട്രേലിയ മാൻ എന്ത് ടീമാണ് ഇവർ! ഏത് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്ന ഇവന്മാർ ഒരു രക്ഷയില്ല. ആ ഒരു ക്യാച്ചിൽ നിന്ന് തന്നെ അവർ ലിഫ്റ്റായി ഓസ്ട്രേലിയ. ഇംഗ്ലണ്ടിന് ഒരു അവസരം പോലും കൊടുത്തില്ല. ഫസ്റ്റ് ഓവറിൽ തന്നെ വീണ്ടും ആ ഒരു വിക്കറ്റ് വീണപ്പോഴത്തേക്ക് അന്തം വിട്ടുപോയി. ബാറ്റ്സ്മാനും അന്തം വിട്ട് ഫുള്ള് എല്ലാവരും ഒരു എന്താ പറയുന്നത് ഞെട്ടിത്തരിച്ചു പോയി. പിന്നെ അവിടുന്ന് ഒരു തിരിച്ചറിവിന് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് പറ്റിയില്ല. ഇംഗ്ലണ്ട് അങ്ങ് അടിക്കുകയാണ് കിടന്നത്. അടിക്കുക. ഈ വിക്കറ്റ് എല്ലാം പോയി കഴിഞ്ഞിട്ടും വന്നിട്ട് എന്താ നമ്മുടെ ജോഫ്ര ആർച്ചർ വരെ വട്ടം അടിച്ച് ഔട്ടാവാണ്. അറ്റ്കിൻസൺ, അതുപോലെ തന്നെ ബ്രൈഡൻ കാർസ്, ഇവരൊക്കെ 10 റൺസ് അടിച്ചു. പക്ഷേ അടിക്കുകയാണ്. എന്ത് ആരെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് അടിക്കുന്നത്? എനിക്ക് ഇവന്മാരെന്താ ഈ കാണിക്കുക എന്നുള്ളത്. അതായത് ജോ റൂട്ടും അതുപോലെ തന്നെ ഇവരുടെ ഒരു ഓപ്പണിംഗ് ഇറങ്ങിയ ബാറ്റ്സ്മാൻമാരെല്ലാം, അതായത് സാക്രോളി ഫസ്റ്റ് ഓവറിൽ തന്നെ ഔട്ടായി. അതിനുശേഷം ബെൻ ഡക്കറ്റ്, ഹാരി ബ്രൂക്ക്, ജോ റൂട്ട്, ഓലി പോപ്പ്, ഇവന്മാരെല്ലാം ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ 6th സ്റ്റമ്പിൽ വന്ന ബോളിൽ ബാറ്റ് വെച്ച് ഔട്ടായി പോവുകയാണ്. ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ലീവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം നൂറ്റാണ്ടുകളായിട്ട് ബാറ്റ്സ്മാൻമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും നാൾ കളിച്ചു വന്നിട്ട് മിടുക്കന്മാരായിട്ടുള്ള ഗ്രേഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെല്ലാം, സച്ചിൻ ആയാലും ശരി, ഇനി ബ്രൈൻ ലാറ ആയാലും ശരി, ഇനി ഇവരുടെ തന്നെ ഗ്രേഡ്സ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരായാലും ശരി, എല്ലാവരും എന്തിനാ ഔട്ട്സൈഡ് വരുന്ന ഓഫ് സ്റ്റമ്പിൽ നന്നായിട്ട് ബോൾ ചെയ്യുമ്പോൾ, ഒരു ബോളർ നന്നായിട്ട് ബോൾ ചെയ്യുമ്പോൾ എന്തിനാണ് ലീവ് ചെയ്യുന്നത്? അവർ മണ്ടന്മാരായിട്ടാണോ? എന്തിനാണ് ഇങ്ങനെ ബാറ്റ് വെച്ച് ഔട്ടാവുന്നത്? എനിക്ക് ഇവർ എന്താണ് ഈ ബാസ്ബോൾ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ മണ്ടന്മാരെന്നല്ല, എന്താ പറയുന്നത്, ഇവരുടെ കോച്ചിനാണോ ഇവരുടെ ക്യാപ്റ്റനോ? സത്യം പറഞ്ഞാൽ ബെൻ സ്റ്റോക്സിനെയൊക്കെ പൂജിക്കേണ്ട ഒരു പ്ലെയറാണ്. അതുപോലൊരു ഫ്രീക്ക് ഒരുത്തനാണ്. അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇനി ഇംഗ്ലണ്ട് ടീം മൊത്തം എടുത്ത് നോക്കിയോ, ടാലൻറ്റിൻ്റെ കളിയാണ് ആ ടീം മൊത്തം. അങ്ങനെ ഒരു ടീമിനെ വെച്ചിട്ട് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ ഇവന്മാർക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവന്മാരെന്തിനാ? ആ കോച്ചാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവൻ്റെ നല്ല അടി കൊടുത്ത് അവനെ ഇറക്കി വിടണം. ഇത്രയും നാളായില്ലേ, ഇത്രയും ഗോൾഡൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം, നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയി പോയിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ട്രാവിസ് ഹെഡ് വന്നിട്ട് കളിച്ച കളി ഇവന്മാർക്കുണ്ടല്ലോ നല്ല സ്ലാപ്പാണ് ട്രാവിസ് ഹെഡ് കൊടുത്തത് ഇംഗ്ലണ്ടിന്. പോടാ പോയി തരത്തി കളിക്കിടാന്നുള്ള രീതി, അവൻ്റെ ബസ് ബോൾ കയറിപ്പോടാ എന്നുള്ള രീതിയിൽ അടിച്ച അവന്മാരെ ബോളേഴ്സൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഹ്യൂമിലിയേറ്റഡ് ആയിപ്പോയി ഇംഗ്ലണ്ട് ബോളേഴ്സ്. അമ്മാതിരി അടിച്ചത്. എത്ര റൺ അടിച്ചത്? 100 അടിച്ചത് 69 ബോളിലാണ്. 123 റൺസ് ടോട്ടൽ 83 ബോളിൽ. സ്ട്രൈക്ക് റേറ്റ് 148. ഇത് T20 അല്ല, ODI അല്ല, ടെസ്റ്റിലാണ് 148 സ്ട്രൈക്ക് റേറ്റിൽ. ഒരു ആഷസിൽ ഇത്രയും ഹൈ പ്രഷർ മാച്ചിൽ ഇത്രയും കാണികളുടെ മുമ്പിൽ ഇംഗ്ലണ്ടിനെ അടിച്ച് നിരപ്പായി കളഞ്ഞു. ഞാൻ പറഞ്ഞ അഹങ്കാരം തീർത്ത് വിട്ടു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലണ്ട് ഇത്ര അഹങ്കാരം കാണിച്ച് ഇംഗ്ലണ്ടിന് കിട്ടിയ നല്ല അടിയാണ്. ഇത് കിട്ടണം ഇവന്മാർക്ക് ഇംഗ്ലണ്ടിന്.
സത്യം പറയാമല്ലോ, ഇവന്മാർക്ക് കിട്ടയിൽ ഒരു തരക്കേടില്ല, ഇമാതിരി അടി അടിക്കണം. ലബുഷനും അടിച്ചൊരു 50. എന്നിട്ട് അവന്മാർ അവസാനം വന്നിട്ട് ബോളേഴ്സൊക്കെ ചമ്മി നാറി, ബോളേഴ്സൊക്കെ ഹ്യൂമിലിയേറ്റായി, ഡ്രെയിൻഡായി. എന്തായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ കാണിച്ചു കൂട്ടിയത് ഇവർ. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആവേശം കൊണ്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു, എല്ലാ ടീമിനും ആവേശം കൊണ്ട് ഇതിലും ആവേശം കാണിക്കാൻ ബാക്കിയുള്ളവർക്ക് അറിയത്തില്ലേ. ഇന്ന് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിലൊക്കെ സൗത്ത് ആഫ്രിക്ക എന്ത് ക്ഷമയോടെ അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷമയോടെ ബാറ്റ് ചെയ്യുന്നവന്മാരെല്ലാം മണ്ടന്മാരായിട്ടാണോ? ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ആയിരുന്നു ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എറിഞ്ഞിട്ട്. ബോളണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ബോളണ്ടിന് വിക്കറ്റൊന്നും കിട്ടാതെ നല്ല രീതിയിൽ അടി കൊണ്ടപ്പോൾ എല്ലാവരും ബോളണ്ടിനെ കളിയാക്കി. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താണ് പുള്ളിയുടെ ക്ലാസ് എന്ന് കാണിച്ചു കൊടുത്തത്. ആ ഒരു ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ 6th സ്റ്റമ്പിൽ എറിഞ്ഞുകൊണ്ടേയിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇംഗ്ലണ്ടുകാർ ചുമ്മാ കൊണ്ട് ബാറ്റ് വെച്ച് കൊടുത്തു. ബെൻ സ്റ്റോക്സ് അടക്കം ബാക്കി സ്റ്റാർക്ക് 3 വിക്കറ്റ് ഇട്ടു. മാൻ ഓഫ് ദി മാച്ചായി. മൊത്തം 10 വിക്കറ്റ്. ആ ക്യാച്ചിന് തന്നെ കൊടുക്കണം മാൻ ഓഫ് ദി മാച്ച്. സാക്രോളിയുടെ ക്യാച്ച് എടുത്തതിന് ഒരു രക്ഷയില്ല. ജീനിയസ്. ഇതുപോലൊരു ബോളർ, ഇതുപോലൊരു അത്ലറ്റിക് ഒരു സ്പോർട്സ്മാൻ സമ്മതിച്ചു കൊടുത്ത് ആ ക്യാച്ച് എടുക്കാൻ, ആ ഫോളോ ത്രോയിൽ വന്നിട്ട് ആ ജമ്പ് ചെയ്ത ക്യാച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ 100% ഓസ്ട്രേലിയ ഡിസേർവ് ചെയ്യുന്നു ഈ വിന്ന്. 0% ഇംഗ്ലണ്ട് ഇത് ഡിസേർവ് ചെയ്യുന്നു. അവരുടെ കയ്യിലിരിപ്പിന് അവർ ഇതെന്നല്ല, ഈ 5 കളി ഇനിയുള്ള 4 കളിയും തോറ്റാലും കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇപ്പോഴും ആഗ്രഹമുണ്ട് ഇംഗ്ലണ്ട് ഒരു ആഷസ് ഓസ്ട്രേലിയ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന്, അറ്റ്ലീസ്റ്റ് ഒരു സമനിലയെങ്കിലും പിടിക്കണമെന്ന്, അല്ലെങ്കിൽ ജയിക്കണമെന്ന്. പക്ഷേ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് ഇമാർ ന്യൂസിലൻഡുമായിട്ട് ഓടി സീരീസിൽ ഇതുപോലെ തന്നെയായിരുന്നു. 1, 2, 3 പേരെ അടിച്ച് ഔട്ടായാലും വീണ്ടും പുറകെ വരുന്നവന്മാർ അടിച്ച് തന്നെ ഔട്ടാവണം വീണ്ടും. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ ഭ്രാന്തായി. ഇപ്പോൾ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അറ്റ്കിൻസൺ, ബ്രൈഡൻ കാസ്, ജോഫ്ര ആർച്ചർ, ഇവരെല്ലാം അടിച്ചൗട്ടായി. പിന്നെ ഒരു ജാമി സ്മിത്തിൻ്റെ വിക്കറ്റ് മാത്രം ഒരു കോൺട്രവേഴ്സി, അതിനത് വിക്കറ്റ് അല്ല എന്നൊക്കെ ഉള്ളൊരു തർക്കം ഉണ്ടായിരുന്നേ ഉള്ളൂ. തലേന്ന് പറഞ്ഞൊരു സാധനം ഇവർ ഉപയോഗിച്ചതേ ഇല്ല. ഇവിടെ ട്രാവിസ് ഹെഡിനെ ഇതുപോലുള്ള ഒക്കേഷനിൽ, ഇതുപോലുള്ള ICC ടൂർണമെൻറ്റിലോ അല്ലെങ്കിൽ ബിഗ് മാച്ചസ് വരുമ്പോൾ ട്രാവിസ് ഹെഡിൻ്റെ ഈ പെർഫോമൻസ് എങ്ങനെ സാധിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ലബുഷനൊക്കെ ഒരു 2 സെഷൻ കഴിഞ്ഞിട്ട് 3ാമത്തെ സെഷൻ ആയപ്പോഴത്തെ ലബുഷൻ വരെ പട്ടി അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ടായിരുന്നു, മാറിയും തിരിഞ്ഞു നിന്ന് അത്ര ഫ്രണ്ട്ലി ആയി ബാറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഗ്രാൻഡിങ്, അവിടെ 2 സെഷൻ ഇംഗ്ലണ്ടിന് അവിടെ കിടന്നിരുന്നുണ്ടെങ്കിൽ, അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ടെസ്റ്റ് ജയിച്ച് ഒരു ആധിപത്യം നേടാനുള്ള അവസരമാണ്. ഇനി വരുന്നുണ്ട്, ഇനി കമ്മിൻസ് വരുന്നു, ഹേസൽവുഡ് വരുന്നു. ഇമാർ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ടീമിൻ്റെ കൂടെ ഇത് കയ്യിൽ വന്ന മാച്ച്, ഇത്രയും കയ്യിൽ കുമ്പിൾ കിട്ടിയ മാച്ച് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഇനി ഹേസൽവുഡും കമ്മിൻസും കൂടെ വരുമ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ആ ടാലൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാലൻ്റ് ഉണ്ട്. ബെൻ സ്റ്റോക്സിനൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്, ആഗ്രഹമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാർ തല ഉപയോഗിക്കണമെന്ന് പറയുന്നൊരു സംഭവം തല ഉപയോഗിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ഈ കാണുന്ന ആൾക്കാർക്കോ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ ഫാൻസിനോ ഉള്ളൊരു താല്പര്യം പോലും ഇവർക്ക് ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു ആ ബ്രണ്ടൻ മക്കുള്ളത്തിനെ അവിടുന്ന് മടൽ വെട്ടി അടിച്ചിറക്കിയാലേ ഇവർ രക്ഷപ്പെടത്തുള്ളൂ തോന്നുന്നു. ഇത്രയും ടാലൻ്റ് ഉള്ളൊരു ടീം വേറെ ഒരു ടീമിലും ഇല്ല. ഇന്ത്യ, ഓസ്ട്രേലിയ, ഏത് ടീം എടുത്തോ, ഇംഗ്ലണ്ടിൻ്റെ ഇപ്പോൾ കളിക്കുന്ന ഈ 11 അല്ലെങ്കിൽ അവരുടെ സ്ക്വാഡിലുള്ള അത്രയും ടാലൻ്റ് ഉള്ള പ്ലെയേഴ്സ് വേറെ ഇല്ല. 10ാമത്തെ ബാറ്റ്സ്മാൻമാരെ ബാറ്റ് ചെയ്യും, ഇവരെല്ലാം ബോൾ ചെയ്യും. ഇത്ര ഓൾറൗണ്ടേഴ്സ്, ഈ ഓൾറൗണ്ടേഴ്സ് ബ്രൈഡൻ കാർസ് അടക്കമുള്ള ഓൾറൗണ്ടേഴ്സ് 140 മേളിൽ ബോൾ ചെയ്യും. എന്തോരം ടാലൻ്റാണ്. എന്തായാലും ഓസ്ട്രേലിയ ഇന്ന് 132 ഓൾ ഔട്ടായി. അതിനുശേഷം ഇംഗ്ലണ്ട് ഇറങ്ങി 164 റൺസ് അടിക്കാനേ സാധിച്ചുള്ളൂ. അവന്മാരുടെ അമ്മൂമ്മയുടെ ബാസ് ബോൾ കളിച്ചിട്ട് അവന്മാർ 164 ഓൾ ഔട്ടായി. ഓസ്ട്രേലിയ വന്നിട്ട് തിരിച്ച് ട്രാവിസ് ഹെഡ് വന്നിട്ട് നല്ല രീതിയിൽ പണിഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് കളി തീർത്തിട്ട് പോയി. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ആണെന്ന് വെച്ചാണ്, ഇന്നലെ അശ്വിനൊക്കെ ഈ വിക്കറ്റ് വീണപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വിക്കറ്റ് വീണാൽ മാത്രമേ പരാതിയുള്ളൂ, ഓസ്ട്രേലിയയിലൊന്നും ഇതുപോലെ വിക്കറ്റ് വീണാൽ പരാതിയില്ല. അപ്പം ഞാനെന്താ വിചാരിച്ചത്, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ, പിന്നെ ജയ്സ്വാലും കോഹ്ലിയൊക്കെ നിന്ന് കളിച്ചല്ലോ. അപ്പോൾ 3rd ഇന്നിങ്സിൽ വീണ്ടും റൺസ് വരും. അപ്പോൾ ഇന്ത്യയിലെ പോലെയല്ല, ഇവിടെ ബാറ്റ്സ്മാനും ബോളർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഇരുന്നാണ്. പക്ഷേ അതെ ഇവിടെ 2 ദിവസം കൊണ്ട് കളി തീർന്നു. ഇത് ബാറ്റ്സ്മാൻമാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. വിക്കറ്റിൽ ഇപ്പോൾ ട്രാവിസ് ഹെഡ് ബാറ്റ് ചെയ്ത് ഇതേ വിക്കറ്റിൽ തന്നെയല്ല. അവിടെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് മെൻറ്റാലിറ്റിയിൽ വന്ന ഷിഫ്റ്റാണ്. പണ്ടത്തെ ബാറ്റ്സ്മാൻമാർ എങ്ങനെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിനെ സമീപിച്ചിരുന്നത്, ഇപ്പോഴത്തെ ബാറ്റ്സ്മാൻമാർക്ക് ക്ഷമയില്ല, അവർക്ക് ധൃതി. അവർ ഓരോ ടൈപ്പ് ബാസ് ബോൾ, മറ്റേ ബോൾ, സ്കൈ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരിട്ടിട്ട് തോന്നിയ പോലെ ബാറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ സ്ട്രാറ്റജീസ് ഒരു പേരിട്ടിട്ട് ഇറക്കുക, എന്നിട്ട് തോന്നുന്ന പോലെ ചെയ്യാം. പിച്ചിൻ്റെ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ ബോൾ ചെയ്യുന്ന നല്ലൊരു ബോളർ അത്രയും ഫോമിൽ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ചെയ്തില്ലെങ്കിൽ ഇതാണ് സംഭവം, ഇതല്ല ഇതിനപ്പുറം ഇനിയും കിട്ടണം. ഇനി ഇതേ മെൻറ്റാലിറ്റിയിലാണ് ഇംഗ്ലണ്ട് കളിക്കാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു സീരീസ് മുന്നോട്ട് കളിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ 5-0 ഇംഗ്ലണ്ട് തോക്കണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. എനിക്ക് ഇംഗ്ലണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ടീമൊക്കെ തന്നെ. പക്ഷേ ഈ മെൻറ്റാലിറ്റി അവർ ഈ കണ്ടീഷൻ റെസ്പെക്റ്റ് ചെയ്യാതെ എതിർ ടീമിലെ നന്നായിട്ട് ബോൾ ചെയ്യുന്ന ബോളേഴ്സിനെയോ അല്ലെങ്കിൽ അവരുടെ ടീമിനെയോ അവരുടെ പ്ലാൻസിനെയോ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെ നമ്മളിപ്പം മറിച്ച് കളയാൻ ബാസ് ബോൾ തേങ്ങയെന്ന് പറഞ്ഞ് കളിക്കാനാണെങ്കിൽ തോക്കണം. അതിനകത്ത് ഒരു കുറ്റം പറയാനില്ല. ഇംഗ്ലണ്ട് ഇനിയുള്ള കളികളും തോക്കണം. അല്ല ഇവർ ഇച്ചിരി ഒരു പൊടിക്ക് ഒരു 5
ഇഞ്ചിൻ്റെ ക്ഷമ ഇന്ന് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് കളി അവർക്ക് സുഖമായിട്ട് ഇന്നല്ല ഈ ടെസ്റ്റ് അവർക്ക് ജയിക്കാമായിരുന്നു. എന്നാലും ഇച്ചിരി വികാരത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ടെസ്റ്റിൻ്റെ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത്, ഇംഗ്ലണ്ടിൻ്റെ ഈ തോൽവിക്ക് കാരണം അവരുടെ ബാറ്റിങ്ങിലുണ്ടായ ഓരോ ബാറ്റ്സ്മാൻമാരുടെയും എങ്ങനെ ഇതൊരു കൊളാപ്സ് ആയി സെക്കൻഡ് ഇന്നിങ്സിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ടെസ്റ്റിന് തന്നെ. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബാസ്ബോൾ എന്താണെന്നുള്ളത് ഓസ്ട്രേലിയ ട്രാവിസ് ഹെഡ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിന്. നേരെ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, അല്ലാതെ തന്നെ ഒരു 9 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റിലേക്ക്. ഇനി 3 ദിവസം കൂടെ കിട്ടിയിട്ടുണ്ട്. മൊത്തം 10-12 ദിവസമുണ്ട്. എൻജോയ് ചെയ്യുക, ഓസ്ട്രേലിയ കാണുക, വീണ്ടും ഇതുപോലെ വന്ന് തോന്നിയ പോലെ കളിക്കുക, തോക്കുക, വീണ്ടും വരിക, തോക്കുക, ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ക്രിക്കറ്റ് കളിക്കേണ്ട രീതിയിൽ കളിക്കുക. ബാസ്ബോളോ അഗ്രസീവ് ക്രിക്കറ്റൊക്കെ കളിച്ചോട്ടെ. ഇൻ ബിറ്റ്വീൻ അതിന് കിട്ടേണ്ട ഒരു അവസരം കണ്ടീഷൻ അനുവദിക്കുമ്പോൾ അവസരം വരുമ്പോൾ അവർ ഫുൾ പുഷ് ചെയ്തോട്ടെ. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ.